നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന് പൂരം ഇങ്ങിതാ അടുത്തെത്തിക്കഴിഞ്ഞു. നാളെ തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടാണ്. ഏകദേശം 7 മണി എന്ന് പറയുമ്പോൾ ഒരു 8 മണിയോളം ആവും നമ്മുടെ തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് പാറമേക്കാവ് ഭാഗത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ കുഴിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് മൂടിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവമ്പാടിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു തുടക്കമാണ് നാളെ സാമ്പിൾ വെടിക്കെട്ട് എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെടിക്കെട്ട് തൊട്ടടുത്ത് നിന്ന് കാണാം, റോട്ടിൽ നിന്ന് കാണാം. അതായത് റൗണ്ടിൽ നിർത്തും എന്നാണ് ഇപ്രാവശ്യം പറയുന്നത്. പണ്ട് നമ്മുടെ MG റോഡ് അങ്ങനത്തെ റോഡുകളിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം റൗണ്ടിൽ നിർത്തും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണി ഏകദേശം 8 മണിയൊക്കെ കൂട്ടിക്കെട്ടിലേക്കാവും എന്തായാലും വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്, ഒരുക്കങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ എന്നുള്ളത്. പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയാം. തൃശ്ശൂർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പാലിക്കര വഴി വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരിക. ഗംഭീര ബ്ലോക്കാണ്, ടോൾ പിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വന്നിട്ട് പാറമേക്കാവ് ഭാഗത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്കൊന്നും പറയാം. അതുപോലെ തന്നെ തിരുവമ്പാടിയുടെ തൊട്ടപ്പുറത്ത് തിരുവമ്പാടിയുടെ ഇതും കാണാം. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂരം, അതായത് നമ്മുടെ റോട്ടിൽ നിന്നുകൊണ്ട് തന്നെ പൂരം കാണാനുള്ള എല്ലാ അവസരങ്ങളും ഇപ്രാവശ്യം ഒരുക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും വെടിക്കെട്ടിലുള്ള ഒരുക്കങ്ങളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലാണ് കേട്ടോ. നാളെ വൈകുന്നേരമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങോട്ട് തന്നെ വന്നു. എന്തായാലും നമ്മുടെ പാറമേക്കാവ് ഭാഗത്തിൻ്റെ നമ്മുടെ തൃശ്ശൂർ പൂരം വെടിക്കെട്ടിൻ്റെ ആ ഒരു കൂട്ടപ്പൊരിച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം പൂരം നമ്മുടെ റൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുള്ളതാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നാളത്തെ വെടിക്കെട്ടിനായിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. പന്തലിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ വെടിക്കെട്ട് കണ്ടിരുന്നത് അവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് ഈ റോട്ടിൽ തന്നെ നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാവും എന്നാണ് വിചാരിക്കുന്നത്. നാളത്തെ നമ്മുടെ തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ കളറായിട്ട് തന്നെ നടക്കും തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വെടിക്കെട്ടിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനത്തെ ബാരിക്കേഡൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പൂരം കാണാൻ പറ്റുന്ന വെടിക്കെട്ട് കാണാൻ പറ്റുന്നുള്ളതിന് ഉറപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് ആരും മിസ് ചെയ്യണ്ട, അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പൂരം നൈസായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരം ഒരു കുറവും കൂടെ നടത്തുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാ വിഭാഗവും ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള തുടക്കത്തിലാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് ഒരു പ്രശ്നം ഉണ്ടാകാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് അതും നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വെടിക്കെട്ട് കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 5-ാം തീയതി പൂര വിളംബരമാണ്. അപ്പോൾ അതും നമുക്ക് കാണണം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ പൂരം ഒരു രക്ഷയില്ലാത്ത തന്നെയും. അതുപോലെ നാളെ സൺഡേ ആണ്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പൂരം കാണാൻ വരുന്ന അല്ലെങ്കിൽ വെടിക്കെട്ട് കാണാൻ വരുന്ന ഓരോ വ്യക്തിയോടും പറയാനുള്ളത്, വണ്ടി കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതായത് പൂരത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് വന്നിട്ട് വണ്ടി കൊണ്ട് വയ്ക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു മണിക്കൂർ മുന്നെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് വണ്ടി വയ്ക്കുക. നോ പാർക്കിംഗ് ഏരിയകളിലൊന്നും വണ്ടി വയ്ക്കരുത്, ഫൈൻ കിട്ടും. തിരിച്ചു പോകുമ്പോഴായിരിക്കും നമ്മളറിയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിച്ചിട്ട് മാത്രം വണ്ടി കൊണ്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ കുഴിയൊക്കെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും അങ്ങനെ ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഇതിൽ നിന്നൊക്കെ പൊട്ടണ അമ്മിട്ടുകൾക്കൊന്നും കൈ കണക്കുണ്ടാവില്ല. അപ്പോൾ എന്തായാലും സംഭവം കളറായിട്ട് തന്നെ പൊട്ടട്ടെ, സംഭവം അടിപൊളിയാവട്ടെ. ഇത് നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം എല്ലാ വർഷത്തെ പോലെ തന്നെ നമ്മുടെ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാവട്ടെ. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് ഗംഭീരമായി തന്നെ മാറാനായിട്ട് നമുക്ക് നോക്കാം. എന്തായാലും 10 10,000 1000 രൂപ അതിൽ 200 രൂപ മൂന്നാക്ക് കഴിഞ്ഞാൽ മൂന്നാക്കി ഡിവൈഡ് ചെയ്യും. 1000 രൂപ കൊടുത്ത് സാധനമൊക്കെ പോയിട്ട് 130
അതൊക്കെ അത് പറയണ്ട. അങ്ങനെ ഇപ്പോൾ ഈ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വെടിക്കെട്ട് തകർക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ വെടിക്കെട്ട് കാണാൻ വരുന്ന ഓരോ വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങൾ വെടിക്കെട്ടിൻ്റെ സമയത്ത് കൃത്യസമയത്ത് ഒരിക്കലും എത്താൻ നോക്കരുത്. നമുക്ക് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ല. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ കടക്കാൻ നോക്കുക. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കുറച്ച് ദൂരത്തുകൊണ്ട് പാർക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ നോ പാർക്കിങ്ങിന് ഫൈൻ കിട്ടും. അതുപോലെ വണ്ടി തിരിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു കണക്കൂട്ടി മാത്രം ഇപ്രാവശ്യം വരിക. അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇപ്രാവശ്യം നമ്മുടെ വെടിക്കെട്ട് നടക്കുന്നത് സൺഡേ ആണ്. അത് കാരണം ഒരുപാട് ജനങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സും കാര്യങ്ങളും മറ്റുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ച് വരിക. അതുപോലെ തന്നെ ഇപ്രാവശ്യം വലിയ തിക്കിനും തിരക്കിനും സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ക്രൗഡിന് നിൽക്കാൻ പറ്റിയ ഒരു വലിയ സ്ഥലം കൂടി ഒരുങ്ങല്ലേ. കാരണം റൗണ്ടും കൂടി നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇതും കൂടിയുള്ള സന്തോഷം നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ വെടിക്കെട്ടിന് സാമ്പിൾ വെടിക്കെട്ടിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കരുതുക. എല്ലാവരും ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വിശാലമായ റൗണ്ട് നാളെ ഈ സമയം ഫുള്ള് ജനസാഗരമായിരിക്കും. കാരണം വെടിക്കെട്ടിന് വേണ്ടിയിട്ട് മാത്രമായി ഒരു നഗരം ഫുള്ള് മാറാൻ പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഈ കാഴ്ച നിങ്ങൾ നോക്കി വെച്ചോ. നാളെ ഒരു ഫുൾ നഗരം ഫുള്ളായിട്ട് വെടിക്കെട്ട് മയത്തിൽ ഇവിടെ ഇങ്ങനെ പട്ടന്ന് പൊട്ടണ ശബ്ദം നിങ്ങൾ കേൾക്കേണ്ടി വരും. ആകാശത്ത് ഒരു നഗരത്തിന് നടുക്ക് ഇത്രയ്ക്കധികം പടക്കങ്ങളൊന്നുമല്ല, ഇത്രയ്ക്കധികം വെടിമരുന്നുകൾ പൊട്ടണമെങ്കിൽ അത് തൃശ്ശൂർ മാത്രമേ സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ ഇവിടേക്ക് ഒരു രക്ഷയില്ല. ഇവിടുന്ന് ഇങ്ങനെ പൊട്ടി വന്ന് നേരെ അറ്റത്ത് ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ട്. അത് ഫസ്റ്റ് ഏത് ടീമാണോ അവർ പൊട്ടിക്കണ പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബിൽഡിങ്ങിന് മുകളിൽ നമുക്ക് സ്ഥാനം കിട്ടും. പക്ഷേ ഇപ്രാവശ്യമൊക്കെ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് കയറാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും സ്ഥലം പിടിച്ച് വീഡിയോ എന്തായാലും സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ സംഭവം അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ എല്ലാവർക്കും തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൂടെ നാളെ നമുക്ക് വെടിക്കെട്ടിൻ്റെ എല്ലാ ആഘോഷങ്ങളും ആവാഹിച്ചുകൊണ്ട് നടന്നു പോകുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ ഭാഗം മൊത്തം വെടിക്കെട്ടിൻ്റെ ജനങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു പ്രദേശമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ കാണണമെങ്കിൽ നാളെ ഇത് ജനസാഗരമാവും. കാരണം നാളെ നമ്മുടെ തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഏകദേശം ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നിന്ന് വെടിക്കെട്ട് വീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും പറയാനില്ല, നാളത്തെ വെടിക്കെട്ട് കാണാനായിട്ട് എല്ലാവരും വരും. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണാൻ വരുന്നവരായിക്കോട്ടെ, പൂരം കാണാൻ വരുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ നോക്കുക. ഒരിക്കലും കൂട്ടം തെറ്റി പോകരുത്. കാരണം കഴിഞ്ഞാൽ നമ്മൾ കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. അധികം തിരക്കില്ലാത്ത ഭാഗത്ത് പോയി നിൽക്കുക. എവിടെ നിന്നാലും നമുക്ക് വെടിക്കെട്ട് കാണാൻ പറ്റും. തൊട്ടടുത്ത് പോയി നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം എല്ലാവരും നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് മാത്രം കൊണ്ടുവരാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവരാതിരിക്കുക. വെടിക്കെട്ടിനും തൃശ്ശൂർ പൂരത്തിനൊക്കെ അത് കൊണ്ടുവരാണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും വെടിക്കെട്ട് അതിൻ്റെ ലാസ്റ്റ് പണികപ്പുരയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വെടിക്കെട്ടിൻ്റെ കൂട്ടപ്പരിച്ചിലാണ് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ട്. അപ്പോൾ എന്തായാലും അത് ഇവിടെ നിൽക്കണവർക്ക് തന്നെ അറിയുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും നമുക്ക് നിൽക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ എന്തായാലും നാളത്തെ സാമ്പിൾ വെടിക്കെട്ട് ുന്നതിന് ഒരു സംശയമില്ല. കാരണം നമ്മുടെ വ്യൂ നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ തുടങ്ങി സാമ്പിൾ വെടിക്കെട്ട് വരെ എത്തി. ഇനി പൂരത്തിന് വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാമ്പിൾ വെടിക്കെട്ട് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇനി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.